ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ശീലിക്കാത്തവർക്കത് പറയാൻ കഴിയില്ല. ജീവിതകാലത്ത് നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിച്ചവർക്ക് മരണനേരത്ത് കലിമ ചൊല്ലാൻ എളുപ്പമാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അത്തഹിയാത്തിലല്ലാതെ മറ്റു ഒരിക്കലും ചൊല്ലിയിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയല്ലാതെ ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ പോയി ഇരുന്നിട്ടില്ല. ദിക്റുകൾ കൂട്ടമായ ഒറ്റക്കോ ചൊല്ലാറില്ല. ഇങ്ങനത്തെ ആളുകൾക്ക് മരണമാസന്നമാകുമ്പോൾ അത് പറയാൻ പ്രയാസം വരും. നാവിലൂടെ കൊണ്ട് പരിചയിച്ചിരുന്ന മറ്റു വാക്കുകളോ പാട്ടുകളോ കവിതകളോ ഉണ്ടെങ്കിൽ മൂളിപ്പാട്ടുകളായി നാവിലൂടെ പാടി നടക്കുന്നത് മരണനേരത്തെ നമ്മുടെ നാവിലൂടെ വന്നു കഴിഞ്ഞാൽ അത് സൂഉൽ ഖാത്തിമ, അത് മോശപ്പെട്ട അന്ത്യമായിരിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, നേർവഴിയിൽ ജീവിക്കുകയും എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും എന്നിട്ട് റബ്ബ് പറഞ്ഞ പോലെ ജീവിക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മുമ്പിലേക്ക് മാലാഖമാർ കടന്നുവരും. മഹാനായ ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, എന്റെ ബഹുമാന്യരായ ഗുരുനാഥൻ, അന്ന് ശൈഖുനയുടെ കൂടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ കൂടെയുണ്ട്. ഞങ്ങൾ ദാറുൽ ഹുദയിൽ പഠിപ്പിച്ച് ഞങ്ങളുടെ ഫിഖ് പഠിപ്പിച്ചിരുന്നു ഉസ്താദ്. അവിടുന്ന് പറഞ്ഞു, മഹാനായ ശംസുൽ ഉലമ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ റൂമിലുള്ള ആളുകളോട് നിങ്ങളൊന്ന് പോയേക്കണം, ഇവിടെ സ്ഥലം കൊടുക്കണം, തിരക്കുണ്ട്, നിങ്ങളൊന്ന് മാറിക്കൊടുക്കണം. വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒന്ന് മാറിക്കൊടുക്കണം. ആർക്കാണ് ഈ മാറിക്കൊടുക്കുന്നതെന്നറിയുമോ? തതനസ്സലു അലൈഹിമുൽ മലായിക, തിരക്കുകളില്ല അവിടെ, മനുഷ്യന്മാര് തിരക്കാൻ വന്നിട്ടില്ല. ആ റൂമിൽ നിന്ന് മനുഷ്യരോട് മുഴുവനും ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞത് മഹാനായ ശൈഖുന അവറുകൾ, മഹാനായ ശംസുൽ ഉലമ ആരോടാണ് ഈ വരാൻ പറഞ്ഞതെന്നറിയുമോ? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ. അല്ലാഹുവിന്റെ മാലാഖമാരല്ലാതെ ആരാണ് പിന്നെ ഇവിടം വരേണ്ടത്? സുബ്ഹിന്റെ വാങ്ക് കൊടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമേ ഇല്ല എന്ന മുഅദ്ദിനിന്റെ വാങ്കിന് മറുപടിയും പറഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് മുഅ്മിനീങ്ങളായ നമുക്ക് കണ്ടുപഠിക്കാനുള്ള മാതൃകയാണത്. ഇത് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളമാണ്, നല്ല നിലക്ക് മരിക്കാനുള്ള അടയാളമാണിത്. സത്യവിശ്വാസികൾക്ക് ഇതിലും പരം തെളിവുകൾ പിന്നെ എന്ത് വേണം? നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് സംഘടനകളോ ഒരുപാട് ഈശങ്ങളോ ഒരുപാട് ആളുകളോ ഒരുപാട് വഴിക്ക് വിളിക്കുമ്പോ ഞാൻ എവിടെ പോണെന്നറിയുമോ? ആർക്കൊക്കെയാണോ മരണം ശരിയായത്, ആരുടെ മരണങ്ങളാണോ കലിമ ചൊല്ലിയിട്ട് അന്തസ്സിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലോകത്തോട് വിട പറയാൻ, ലോകത്തോട് യാത്രാമൊഴി ചൊല്ലാൻ ആർക്കാണോ അവസരമുണ്ടായത്, ആ മരിച്ചു പോകുന്ന ആൾ ചരിച്ച വഴി ഹക്കാണെന്നതിന്റെ തെളിവതാണ്. അതാണതിന്റെ തെളിവ്. നമുക്കൊന്നും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു മനുഷ്യന്റെ ഇസ്തിഖാമ, ഒരു മനുഷ്യൻ ജീവിച്ചു പോയ വഴി നേർവഴിയാണോ അല്ലേ എന്നറിയേണ്ടത് മരണത്തിന്റെ സമയത്താണ്, അല്ലാതെ തിരിയില്ല. മരിക്കുമ്പോഴേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് ഇഖ്ബാലിന്റെ ജീവിതത്തിൽ അവസാനത്തെ കവിത, നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം മർഗ് ആമദ് തബസ്സും ബർലബസ്. മുഅ്മിനായ മനുഷ്യന്റെ അടയാളം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആരാണ് മുഅ്മിനെന്ന് പറഞ്ഞു തരട്ടെ? മർഗ് ആമദ്, മരണം ആസന്നമാകുമ്പോൾ തബസ്സും ബർലബസ്, ചുണ്ടുകളിൽ ആർക്കാണോ പുഞ്ചിരിയുള്ളത് അവരാണ് മുഅ്മിൻ. മരിക്കുമ്പോൾ പുഞ്ചിരിയുള്ളവൻ. ജീവിതകാലത്ത് ഒരാളെയും വിധി എഴുതാൻ നമ്മളെ കൊണ്ടാവില്ല, നമുക്കാവില്ല. നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല അള്ളാഹുവിന്റെ മുമ്പിലുള്ളത്. നമ്മുടെ വിധികൽപ്പനയല്ല അള്ളാഹുവിന്റേത്. ഇന്നർ റജുല ലയഅമലു ബിഅഹ്ലിൽ ജന്ന, സ്വർഗവാസി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം അങ്ങനെ മരണം വരെ ചെയ്തു പോകുന്ന എത്രയോ ആളുകൾ. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, പക്ഷേ അള്ളാഹുവിന്റെ അജലിൽ, അള്ളാഹുവിന്റെ അസലിയായ തീരുമാനത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത് മറ്റൊന്നാണ്. അങ്ങനെയുള്ള ചില ആളുകൾ മരണമാസന്നമാകാറാകുമ്പോഴേക്കും ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ ഫയദ്ഖുലുന്നാർ, നരകത്തിലേക്ക് പോകുന്ന പണികൾ ചെയ്യുകയും അവർ നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ചുമുണ്ട്. എത്രയോ ആളുകൾ യഅമലു ബിഅമലി അഹ്ലിന്നാർ,
നരകത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്ന പണി ചെയ്യുന്നു. എന്നിട്ടോ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഇനി അധികം ദൂരമില്ല. അപ്പോഴേക്കും ഒരു ഉംറക്ക്, ഒരു ഹജ്ജിന് പോകുന്നു, ഒന്ന് നന്നാവുന്നു. ഒരു റമദാൻ വന്നു, ഏറ്റിക്കാഫിരുന്നു. റമദാൻ വന്നു, തറാവീഹും നിസ്കാരവും തൗബ ചെയ്ത് മടങ്ങലും നിസ്കാരം ഖളാ വീട്ടലും ഒക്കെ ക്ലിയറായി പെരുന്നാൾ കഴിയുന്നതോടുകൂടെ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്ന എത്രയോ ഭാഗ്യവാന്മാർ. ജീവിച്ചത് ഒരുപാട് മോശമായി, പിന്നെ അള്ളാഹു സൗഭാഗ്യം കൊടുത്തു നന്നായി. അങ്ങനെ ഫയസ്ബിഖുൽ കിതാബ്, അള്ളാഹു രേഖപ്പെടുത്തിയ കിതാബ് മുൻകടക്കുകയും സ്വർഗവാസികൾ ചെയ്യുന്ന പണി ചെയ്യുകയും ഫയദ്ഖുലുൽ ജന്ന, അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുന്നവരുമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത്? എവിടെയാണ് ഇവൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ തീരുമാനിക്കപ്പെട്ടത്? എവിടെയാണ്? മരിക്കുന്ന സമയത്ത്. മരണമാസന്നമാകുന്ന നേരം എങ്ങനെയാണോ ഒരാൾ മരിക്കുന്നത്, അപ്പോഴേ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയെന്ന് വിധി എഴുതാൻ കഴിയൂ. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ ഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അവസാനം നന്നായാൽ അവൻ നന്നായി, അവസാനം മോശമായാൽ അവൻ തകർന്നുപോയി, നഷ്ടപ്പെട്ടുപോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.